ഈ പരിപാടി വളരെ സന്തോഷത്തോടു കൂടി ദൈവത്തിൻ്റെ നാമത്തിൽ ഉദ്ഘാടനം ചെയ്തതായിട്ട് അറിയിച്ചു കൊള്ളുന്നു. ഏറ്റവും എളിയവരായ ആളുകൾക്ക് നിങ്ങൾ ചെയ്ത സേവനങ്ങളൊക്കെയും നിങ്ങൾ എനിക്ക് ചെയ്തവയാണ് എന്നാണ് ക്രിസ്തുവിൻ്റെ മറുപടി പറഞ്ഞത്. ഇന്ന് നടക്കുന്ന എല്ലാ പരിപാടികളും ഇതിൽ സംബന്ധിക്കുന്ന എല്ലാവർക്കും ആത്മീയമായ സന്തോഷത്തിനും ഉത്കർഷത്തിനും കാരണമായി തീരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അടുത്തതായി ഒരു ഗ്രൂപ്പ് ഡാൻസ് സെന്റ് ജൂഡ് മലങ്കര കാത്തലിക് ചർച്ച് വേറ്റിനാട് അവതരിപ്പിക്കുന്നു. മേക്കണേ പീലിയുമായിൽ മേൽ തോന്നും മേനിയും തെയ്തൈ പിടിത്തതണ്ടും കൈയും മേയും എന്നേക്കും വാഴ്കവേ തെയ്തൈ വാഴ്ക വാഴ്ക നമ്മുടെ പരീക്ഷയെല്ലാം ഭൂമിമേൽ തെയ്തൈ വഴിക്കുറായി നടക്ക വേണ്ടി വന്നവരോ നാമെല്ലാം. ഈ പിള്ളേരിത് കൊളവാക്കുമെന്നാ തോന്നുന്നേ. എന്നതാടി മറിയാമേ ഇത്? ഇത്രയും നല്ല പ്രോഗ്രാം ആയിട്ട് ഇങ്ങനെയാണോ കളിക്കുന്നേ? ചുമ്മാതെ എല്ലാ ആൾക്കാർ പറയുന്നേ ഒരു മാർഗവും ഇല്ലാത്ത കളിയാണ് ഈ മാർഗം കളിന്ന്. മറിയാമേ, ന്യൂ ജനറേഷൻ സ്റ്റൈലൊന്ന് മാറ്റിച്ചാലോടി.
அதிசயம் இந்த ஆண்டு நடக்க போகுது. அற்புதம் அதிசயம் இந்த ஆண்டு நடக்க போகுது. கவலைப்படாத 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 கவலைப்படாத. அற்புதங்கள் குவிய போகுதே, அற்புதங்கள் குவிய போகுதே. சூப்பர் நேச்சுரல் ஆண்டு இது, சூப்பர் நேச்சுரல் ஆண்டு. சூப்பர் நேச்சுரல் ஆண்டு இது, சூப்பர் நேச்சுரல் ஆண்டு. മനോഹരമായ നൃത്തം അവതരിപ്പിച്ച കൂട്ടുകാർക്ക് അഭിനന്ദനങ്ങൾ. ഫൗണ്ടർ ആൻഡ് ഡയറക്ടർ വേർഡ് ടു വേർഡ് ടെലിവിഷൻ ചാനൽ ബ്രദർ ഡോക്ടർ മാത്യൂസ് വർഗീസ് അവരുടെ ക്രിസ്തുമസ് മെസ്സേജ് നൽകുന്നതിനായി വേദിയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുന്നു. ത്രിയേക ദൈവത്തിൻ്റെ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. വേദിയിൽ ഉപവിഷ്ടരായിരിക്കുന്ന വിശിഷ്ടാതിഥികളെ, ഇന്ന് ഈ ആഘോഷത്തിൽ പങ്കെടുക്കുവാൻ തക്കവണ്ണം കടന്നു വന്നിരിക്കുന്ന സ്നേഹിതരെ, നിങ്ങൾക്കെല്ലാവർക്കും ക്രിസ്മസിൻ്റേതായിട്ടുള്ള ആശംസകൾ അർപ്പിക്കുന്നു. ക്രിസ്മസിൻ്റെ ആഘോഷങ്ങളെല്ലാം പൂർണ്ണമാക്കപ്പെട്ട ഒരു സാഹചര്യത്തിലാണ് ഇവിടെ ഇപ്പോൾ ഈ ക്രിസ്മസ് ആഘോഷം നടത്തുന്നത്. നിങ്ങളുടേതായിട്ടുള്ള ഇടവകളിലും ശുശ്രൂഷകളിലുമൊക്കെ ക്രിസ്മസിനെക്കുറിച്ച് ധാരാളമായ സന്ദേശങ്ങൾ കേട്ടതിന് ശേഷമാണ് ഇന്ന് വീണ്ടും ഇവിടെ ക്രിസ്മസിൻ്റെ ഒരു സന്ദേശം കേൾക്കേണ്ടി വരുന്നത്. വർഷം തോറും ക്രിസ്മസ് ആഘോഷിക്കപ്പെടുമ്പോൾ അത് ക്രിസ്മസിൻ്റെ ഓർമ്മ പുതുക്കുന്ന ഒരു ചടങ്ങാണ്. മനുഷ്യൻ മറവിയുടെ അടിമയാണ്. കാലാകാലങ്ങളിൽ അനുഷ്ഠിച്ചിരുന്ന പല അനുഷ്ഠാനങ്ങളും കാലത്തിൻ്റേതായിട്ടുള്ള കൂലം കുത്തിപ്പാച്ചിൽ മനുഷ്യൻ മറന്നുപോകും. എന്നാൽ അവ മറക്കാതെ എല്ലാ വർഷവും വീണ്ടും 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 എത്ര ആവർത്തിച്ചിരുന്നാലും അതിൻ്റെ മനോഹാരിതയും അതിൻ്റെ പ്രാധാന്യവും നഷ്ടപ്പെടാതെ നടത്തപ്പെടുന്ന ഒരു വലിയ ആഘോഷമാണ് ക്രിസ്മസ്. ലോകത്ത് ഏറ്റവും അധികം പ്രസിദ്ധമായതും ഏറ്റവും അധികം മനോഹരമായി ആവിഷ്കരിക്കപ്പെടുന്നതും ആഘോഷിക്കപ്പെടുന്നതുമായ ജന്മദിനാഘോഷമാണ് ക്രിസ്മസ്. മറ്റാർക്കും അവകാശപ്പെടുവാൻ കഴിയാത്ത ആഘോഷമാണ് ക്രിസ്മസ് ആഘോഷം. ലോകത്തിൻ്റെ ഏത് രാജ്യത്ത് ചെന്നിരുന്നാലും അവിടെയൊക്കെ ക്രിസ്മസ് ആഘോഷമുണ്ട്. അതിൻ്റെ കാരണം എന്തെന്ന് ചോദിച്ചാൽ, തൻ്റെ ഓമനപുത്രൻ്റെ ജനനം അത്യുന്നതനായ ദൈവം ആഘോഷിച്ചതിൻ്റേതായിട്ടുള്ള വലിയ ആവർത്തനമാണ് ക്രിസ്മസ് ആഘോഷങ്ങൾ. തൻ്റെ ഓമനപുത്രൻ്റെ ജനനം ലോകത്തെ അറിയിച്ചത് അത്യുന്നതനായ ദൈവമാണ്. ഇപ്രകാരം ഒരു ജനനം എന്ന് പറയുമ്പോൾ ദൈവത്തിൻ്റെ പുത്രൻ എന്ന് അവകാശപ്പെട്ടുകൊണ്ട് ആ ദൈവപുത്രനെ കുറിച്ചുള്ള വിളംബരം ലോകത്തെ അറിയിക്കുവാൻ തക്കവണ്ണം ഉണ്ടായ മറ്റൊരു സംഭവം ലോക ചരിത്രത്തിലില്ല. യേശുക്രിസ്തുവിൻ്റെ ജനനത്തിന് ശേഷം ആദ്യമായിട്ട് ഈ സന്ദേശം അറിയിക്കുന്നത്
ഒരു കൂട്ടം പാവപ്പെട്ടവരോടാണ്. ബേത്ലഹേമിൽ തമ്പടിച്ചിരുന്ന ആടുകളെ കാവൽ ചെയ്തിരുന്ന ഒരു കൂട്ടം ആട്ടിടയന്മാർക്കാണ് ആദ്യമായിട്ട് ഈ സന്ദേശം ലഭിക്കുന്നത്. ദൈവം അയച്ച ദൈവത്തിൻ്റെ ദൂതൻ വന്ന് ഈ പാവപ്പെട്ട ദരിദ്രരായ വിദ്യാഭ്യാസങ്ങളൊന്നും വലുതായിട്ടില്ലാത്ത ഇടയന്മാരോടാണ് യേശുവിൻ്റെ ജനനം ആദ്യമായിട്ട് അറിയിക്കുന്നത്. യെരുശലേമിൽ രാജാവുണ്ട്, കൊട്ടാരമുണ്ട്, ഒരുപാട് ധനികരായ മനുഷ്യരുണ്ട്. എന്നാൽ അവരോടൊന്നും ഈ സന്ദേശം അറിയിക്കാതെ വെറും ദരിദ്രരായ, സമൂഹം അവഗണിക്കുന്ന, എല്ലാവരാലും തള്ളപ്പെടുന്ന ഈ ആട്ടിടയന്മാരോടാണ് സ്വർഗത്തിലെ ദൂതൻ ദൈവത്തിൻ്റെ ഓമനപുത്രൻ്റെ ജനനത്തെക്കുറിച്ച് അറിയിക്കുന്നത്. അപ്പോൾ ദരിദ്രന്മാരോടുള്ള ദൈവത്തിൻ്റെ കരുതലും സ്നേഹവും അവിടെ നാം കാണുകയാണ്. യെരുശലേമിൽ മറ്റാർക്കും വെളിപ്പെടുത്താതെ സർവ്വജനത്തിനും ഉണ്ടാകുന്ന ഒരു മഹാസന്തോഷം ഞാൻ നിങ്ങളെ അറിയിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഇടയന്മാരോട് ദൈവം തൻ്റെ പുത്രൻ ജന്മം അറിയിക്കുന്നത്. എന്നിട്ട് അവർക്ക് എന്താണ് സംഭവിക്കുന്നത് അറിയുന്നില്ല. ഇത് രാത്രിയാണ്, പാതിരാത്രിയാണ്. തങ്ങളുടെ ആടുകളെ സൂക്ഷിച്ചുകൊണ്ടിരുന്ന് ഉറക്കമിളച്ച് ഇരുന്ന ഈ ഇടയന്മാരോടാണ് ദൂതൻ സംസാരിക്കുന്നത്. ദൈവദൂതന്മാരുമായിട്ട് അവർ നേരത്തെ സംസാരിച്ചിട്ടില്ല, ദൂതന്മാരെക്കുറിച്ച് കേട്ടിട്ടില്ല. വിദ്യാഭ്യാസ യോഗ്യത തീരെ ഇല്ലാത്തവരാണ് ഈ ഇടയന്മാർ. എന്നിട്ട് ദൈവത്തിൻ്റെ സന്ദേശം അവർ ഉൾക്കൊണ്ടുവെന്ന് മാത്രമല്ല, അടുത്തതായിട്ട് സ്വർഗത്തിൽ നിന്ന് ഒരു സംഘം സ്വർഗീയ ദൂതന്മാർ വന്ന് അതേ ക്രിസ്തീയ ഗാനം, ക്രിസ്മസിൻ്റെ ഗാനം ആലപിക്കുകയാണ്. അത്യുന്നതങ്ങൾ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യന്. അപ്പോൾ അപ്രകാരം പാടിക്കൊണ്ട് ആദ്യത്തെ കരോൾ ഗാനം അവിടെ ആരംഭിക്കുകയാണ്. നാം ഒക്കെയും ഇന്ന് കരോൾ ഗാനങ്ങൾ പാടുന്നുണ്ട്. പക്ഷേ ആദ്യമായിട്ടുള്ള കരോൾ ഗാനം പാടിയത് സ്വർഗത്തിലെ ദൂതന്മാരാണ്. അത് തൻ്റെ പുത്രൻ്റെ ജനനത്തിനെ വിളംബരം ചെയ്യുവാനായിട്ട് സർവശക്തനായ ദൈവം അത് അയച്ച് പാടിയ ഗാനമാണ്. എന്നിട്ട് ശിഷ്യന്മാരോട്, ഈ ഇടയന്മാരോട് ദൂതൻ മറ്റൊരു കാര്യം കൂടി പറഞ്ഞു. ഇപ്രകാരം ഒരു ജനനം നടന്നു എന്ന് പറയുമ്പോൾ അതിനൊരു അടയാളം ആവശ്യമുണ്ട്. അത് നിങ്ങൾ കീറ്റുശീലയിൽ പൊതിഞ്ഞ ഒരു കുഞ്ഞിനെ നിങ്ങൾക്ക് ഇപ്രകാരം പോകുമ്പോൾ അതേ ഒരു തൊഴുത്തിൽ കാണുവാനായിട്ട് കഴിയും. പുൽക്കൂട്ടിൽ കിടക്കുന്ന കീറ്റുശീലയിൽ പൊതിഞ്ഞ ഒരു കുഞ്ഞിനെ കാണുവാൻ കഴിയും. അത് അടയാളമാണ്. പറഞ്ഞതിൻ്റെ നേരെ വിപരീതമായ കാര്യമാണ്. സർവ്വലോകത്തിനുമുണ്ടായ ഒരു മഹാസന്തോഷം അറിയിക്കുമ്പോൾ ഒരു രാജാവായി ജനിച്ച കുഞ്ഞ് ഒരിക്കലും ഒരു ശീലയിൽ പൊതിഞ്ഞ അവസ്ഥയിൽ, ജനനത്തിൽ ഏറ്റവും താഴ്ത്തപ്പെട്ട അവസ്ഥയിൽ കിടക്കുന്ന അവസ്ഥ, ഒരു പുൽക്കൂട്ടിൽ കിടക്കുന്ന അവസ്ഥ വിശ്വസിക്കുവാൻ പ്രയാസമുണ്ട്. പക്ഷേ ഈ ഇടയന്മാർ ആ സ്വർഗീയമായ അറിയിപ്പ് വിശ്വസിച്ചു. അവർ ആ രാത്രിയിൽ തന്നെ കുഞ്ഞിനെ അന്വേഷിച്ച് പോവുകയാണ്. അർദ്ധരാത്രിയിൽ ഇപ്രകാരമുള്ള കാലിത്തൊഴുത്തുകളൊക്കെ പരിശോധിക്കുവാൻ പോകുന്നത് വളരെ അപകടകരമായ കാര്യമാണ്. കാരണം ആരും രാത്രിയിൽ ഇപ്രകാരമുള്ള കാലിത്തൊഴുത്തുകളിൽ കയറാറില്ല. പക്ഷെ അവർ പോയി. ഈ കുഞ്ഞിനെ കാണുവാനുള്ള ആവേശം അവരെ നയിച്ചു. അവർ കുഞ്ഞിനെ കണ്ടു, നമസ്കരിച്ചു. എന്നിട്ട് അവർ ലോകത്തോട് ഈ നടന്ന ജനനത്തെക്കുറിച്ച് വിളംബരം ചെയ്തു. അവരാണ് യേശുക്രിസ്തുവിനെ കുറിച്ച് ആദ്യമായിട്ട് അവരുടെ പരിസരങ്ങളിൽ ലോകത്തെ അറിയിച്ചത്. വാർത്താവിനിമയ മാധ്യമങ്ങളില്ലാത്ത, പത്രങ്ങളില്ലാത്ത, അങ്ങനെ യാതൊരു രീതിയിലും അന്നത്തെ കാലത്ത് ഈ വിവരം അറിയിക്കുവാൻ മാർഗമില്ലാതിരുന്ന സ്ഥാനത്ത് ഇടയന്മാരാണ് ആ വലിയ സന്ദേശം ലോകത്തെ അറിയിച്ചത്. അങ്ങനെ ബേത്ലഹേമിലും യെരുശലേമിലും ചുറ്റുപാടുകളിലൊക്കെയും ഈ ജനനത്തെക്കുറിച്ച് അറിയിച്ചപ്പോൾ സർവശക്തനായ ദൈവം ആകാശവിധാനത്തിൽ ഒരു നക്ഷത്രത്തെ നിയമിച്ചു. അങ്ങ് ദൂരെ കിഴക്കൻ ദേശത്ത് ജ്ഞാനികളായിട്ടുള്ള അല്ലെങ്കിൽ വാനനിരീക്ഷകന്മാരായിട്ടുള്ള 3 പേര്
ഈ നക്ഷത്രം കണ്ടു. ദൂരെയാണ്, മരുഭൂമിയിലാണ്. അപ്പോൾ അവർ ഈ നക്ഷത്രം കണ്ടിട്ട് നക്ഷത്രത്തിൻ്റെ പിന്നാലെ അവർ തിരിച്ചു. നക്ഷത്രം അവരെ നയിച്ചുകൊണ്ടിരുന്നു. യെരുശലേം വരെയും നയിച്ചു കഴിഞ്ഞു. യെരുശലേമിലെത്തിയപ്പോൾ ഈ വിദ്വാൻമാർ അല്ലെങ്കിൽ വനനിരീക്ഷകന്മാർ ചോദിച്ചു, യഹൂദന്മാരായ രാജാവായി പിറന്നവൻ എവിടെ? ആ വിവരം ഹെരോദ രാജാവ് അറിഞ്ഞു. അയാൾ രാജാവാണ്. അദ്ദേഹത്തിൻ്റെ രാജ്യത്വത്തിന് അന്തം വരുത്തുന്ന ഒരു വാർത്തയാണ് കേൾക്കുന്നത്. തൻ്റെ കൊട്ടാരത്തിൽ ഒരു രാജജനവും നടന്നിട്ടില്ല. പിന്നെ ഇപ്രകാരമുള്ള ഈ നിരീക്ഷകന്മാർ അവരിവിടെ വന്ന് ഇപ്രകാരം ചോദിക്കുന്നത് എന്ത്? പരിഭ്രാന്തിയായി, യെരുശലേമിലൊക്കെ പരിഭ്രാന്തിയായി ഒരു പുതിയ രാജജനനം നടന്നിരിക്കുന്നു. അങ്ങനെ ഹെരോദാവ് ഇവരോട് പറയുന്നു, നിങ്ങൾ പോയിട്ട് ഈ കുഞ്ഞിനെ കണ്ട് നമസ്കരിച്ച ശേഷം എന്നെ അറിയിക്കണം. എനിക്കും വന്ന് ഈ കുഞ്ഞിനെ നമസ്കരിക്കണം. അവർ പോയി കുഞ്ഞിനെ കണ്ടു, നമസ്കരിച്ചു, പൊന്നുമൂർ കുന്തിരിക്കാൻ കാഴ്ചവെച്ചു. അപ്പോൾ ദൈവം അവരോട് പറഞ്ഞു, നിങ്ങൾ വന്ന വഴിയെ തിരികെ പോകരുത്, മറ്റൊരു വഴിയെ പോകണം. ഈ വന്ന വഴിയെ പോകരുത്, അതുവരെയും ദൈവം ഈ വിദ്വാൻമാരോട് അല്ലെങ്കിൽ ഈ ജ്ഞാനികളോട് സംസാരിച്ചതായിട്ട് തിരുവചനം രേഖപ്പെടുത്തുന്നില്ല. അവരെ വേറെ വഴിയെ ദൈവം വിടുകയാണ്. അപ്പോൾ ഇവിടെ നാം കാണുന്നത് യെരുശലേമിൻ്റെ പ്രാന്തപ്രദേശങ്ങളിലും ആ ചുറ്റുപാടുകളൊക്കെ അറിയിക്കുവാനായി ഇടയന്മാരെ നിയോഗിച്ച ദൈവം ലോകത്തിൻ്റേതായിട്ടുള്ള മറ്റു ഭാഗങ്ങളിൽ യേശുവിൻ്റെ ജനനം അറിയിക്കുവാൻ തക്കവണ്ണം നിയോഗിച്ചവരാണ് ജ്ഞാനികൾ. അവരിലൂടെയാണ് അറബി ലോകവും മറ്റുള്ള പൂർവദേശ നിവാസികളൊക്കെയും യേശുവിൻ്റെ ജനനം അറിഞ്ഞത്. അവർ ആ വഴിയെ പോയില്ല. കാരണം തിരികെ ഹെരോദാവിൻ്റെ അടുക്കൽ ചെന്നാൽ ഇവരൊരു പക്ഷേ അവൻ വെറുതെ വിടുകയില്ല. അതുകൊണ്ട് തൻ്റെ ദൗത്യം പൂർത്തീകരിക്കുവാനാണ് മറ്റൊരു വഴിയെ പോകുവാൻ ദൈവം കൽപ്പിക്കുന്നത്. യേശുവിനെ കണ്ടതിന് ശേഷം പഴയ വഴിയെ പോകാൻ സാധ്യമല്ല. ഞാനും നിങ്ങളും ഈ ക്രിസ്മസിന് യേശുവിനെ കാണുകയാണ്. യേശു എന്തിന് ജനിച്ചു എന്നുള്ളത് വളരെയധികം കേൾക്കുന്നുണ്ട്. ക്രിസ്മസ് വളരെ ഗംഭീരമായിട്ട് ആഘോഷിക്കുന്നുണ്ട്. എന്നാൽ യേശു ക്രിസ്തു ജനിച്ച അവസ്ഥ, അവിടെ അവൻ ജനിച്ചതിൻ്റെ പ്രമാണങ്ങൾ, എങ്ങനെ ജനിച്ചു, എന്തിന് ജനിച്ചു എന്നുള്ളതൊക്കെയും നമ്മൾ പറയുമെങ്കിലും നമുക്കത് പ്രാവർത്തികമാക്കുവാൻ കഴിയുന്നില്ല. കാരണം നമ്മുടെ വഴി വിട്ട് നമുക്ക് പോകും. നാം പിന്നെയും പഴയ വഴിയിൽ സഞ്ചരിക്കുകയാണ്. ഞാൻ 2 ദിവസം മുൻപ് നമ്മുടെ ഒരു ഇടവകയിലേക്ക് ക്രിസ്മസ് പൊതികളുമായിട്ട് സമ്മാനങ്ങളുമായിട്ട് പോകും. എല്ലാ വർഷവും അത് നൽകുന്നുണ്ട്. ഇപ്പോൾ പ്രിയപ്പെട്ട നിങ്ങളുടെ യൂത്ത് ചെയർമാൻ ശ്രീ ജോൺ കൊട്ടറ അവർ അടുത്ത വർഷം അത് ഇവിടെയും നൽകണമെന്ന് എന്നോട് ആവശ്യപ്പെട്ടു. തീർച്ചയായിട്ടും ഞാൻ അറിഞ്ഞിരുന്നില്ല, അല്ലെങ്കിൽ ഇവിടെയും അത് നൽകുമായിരുന്നു. അപ്പോൾ ഞാൻ ഇതുമായിട്ട് ആ ക്രിസ്മസ് പൊതികളുമായിട്ട് ആ ഇടവകയിൽ ചെന്നപ്പോൾ എനിക്ക് വളരെ സങ്കടം തോന്നി. 1 വർഷം മുൻപ് അവിടെ വടം കെട്ടിയാണ് അതിൻ്റെ മണ്ടയ്ക്ക് കയറി ചെല്ലേണ്ടത്. 1 വർഷം മുൻപ് പണിയാതെ കിടന്നിരുന്ന ദേവാലയം ഇന്നും അതേ അവസ്ഥയിൽ കിടക്കുകയാണ്. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, ക്രിസ്മസ് ആഘോഷങ്ങൾ എനിക്ക് സന്തോഷമുണ്ട്, പക്ഷേ നിങ്ങളുടെ ഈ ദേവാലയം കാണുമ്പോൾ ക്രിസ്മസിൻ്റേതായിട്ടുള്ള ആശയമോ അംശമോ നിങ്ങളുടെ ഹൃദയത്തിൽ പതിച്ചിട്ടില്ല. അല്ലെങ്കിൽ കഴിഞ്ഞ 1 വർഷം കൊണ്ട് നിങ്ങൾക്കിതിന്മേൽ ഒന്നും ചെയ്യുവാൻ കഴിഞ്ഞില്ല. അത് വീണ്ടും പഴയപടി കിടക്കുകയാണ്. വർഷങ്ങളോളം അങ്ങനെ കിടക്കുകയാണ്. കാരണം അവരുടെ വഴി വിട്ടിട്ടില്ല. പഴയ വഴിയിലാണ് അവർ നിൽക്കുന്നത്. ക്രിസ്മസിൻ്റേതായിട്ടുള്ള ആഘോഷങ്ങൾ നാം നടത്തുമ്പോൾ പുതിയ തത്വങ്ങൾ, പുതിയ ആദർശങ്ങൾ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ബോധ്യപ്പെടുത്തുന്ന പുതിയ ചിന്താഗതികൾ, ദൈവം നൽകുന്ന പുതിയ ദർശനങ്ങൾ, ഇവയിലേക്ക് നാം പോകണം. ദൈവം വിദ്വാൻമാരെ അല്ലെങ്കിൽ ജ്ഞാനികളെ യെരുശലേമിലേക്ക് അയച്ചത് ആ വലിയ സന്ദേശം, അത് അവർ മാസങ്ങൾ എടുത്തിട്ടാണ് യെരുശലേമിൽ വന്ന് ഈ കുഞ്ഞിനെ കണ്ട് പൊന്നുമൂര് കുന്തിരിക്കാൻ കാഴ്ചവെക്കുന്നത്. അവർ മടങ്ങിപ്പോയി പാശ്ചാത്യ ലോകത്തൊക്കെയും ആ വർത്തമാനം പറഞ്ഞത് ഇവരിലൂടെയാണ്. കഴിഞ്ഞ 2-3 ദിവസങ്ങൾക്ക് മുൻപിൽ ആന്ധ്രയിൽ ഒരു സുവിശേഷ മഹോത്സവം നയിക്കുവാനായിട്ട് ഞാൻ കടന്നുപോയി. 100 കണക്കിന് മൈലുകൾ അവിടെ റോഡിലൂടെ യാത്ര ചെയ്യേണ്ടി വന്നു. അപ്പോൾ ഞാൻ ശ്രദ്ധിച്ച ഒരു കാര്യം, ഒരു നക്ഷത്ര വിളക്ക് പോലും
10,000 മൈലുകൾ സഞ്ചരിച്ചിട്ടും വഴിവക്കിലോ എങ്ങും കാണുവാൻ സാധിച്ചില്ല ഒരു നക്ഷത്രവിളക്ക് പോലും. നമ്മുടെ കേരളത്തിലെ ഏത് മുക്കിനും മൂലയിൽ ചെന്ന നക്ഷത്രങ്ങളുടെ ബഹളമാണ്. അപ്പോൾ എന്ത് ഞാൻ മനസ്സിലാക്കിയെന്ന് ചോദിച്ചാൽ, യേശുക്രിസ്തുവിൻ്റെ ജനനത്തെക്കുറിച്ച് ഇന്നും അവരറിഞ്ഞിട്ടില്ല. യേശുക്രിസ്തുവിനെ കുറിച്ച് അവരറിഞ്ഞിട്ടില്ല. നമ്മളൊക്കെയും ക്രിസ്തുവിനെക്കുറിച്ച് ധാരാളം പറയും, ക്രിസ്മസിനെ കുറിച്ച് നമ്മൾ ധാരാളം കാര്യങ്ങൾ ചെയ്യും. പക്ഷേങ്കിൽ എന്നും നമ്മുടെ ചുറ്റുപാടും ക്രിസ്തുവിനെ അറിയാത്ത, ക്രിസ്തുവിൻ്റെ ജനനം അറിയാത്ത അനേകർ ഈ നാട്ടിലുണ്ട്, ഈ രാജ്യത്തുണ്ട്. അപ്പോൾ ക്രിസ്തുവിനെ അറിഞ്ഞിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും അവിടെ ഒരു പ്രകടനം ഉണ്ടാകുമായിരുന്നു. 100 മൈലുകൾ സഞ്ചരിച്ചിട്ടും ഒരു നക്ഷത്രവിളക്ക് പോലും കാണുവാൻ കഴിയാത്ത അവസ്ഥയിൽ ഞാനും അത് എന്നോടൊപ്പം വന്നവരും അതുതന്നെയാണ് ചിന്തിച്ചത്. അതുകൊണ്ട് എനിക്ക് നിങ്ങൾക്ക് ഒരു ദൗത്യമുണ്ട്. ആഘോഷങ്ങൾ നല്ലതാണ്, കലാപരിപാടികൾ മനോഹരമാണ്. പക്ഷേ ഈ യേശുക്രിസ്തുവിനെക്കുറിച്ച് അറിയാത്ത വലിയൊരു സമൂഹം ഇന്ന് ഭാരതത്തിലുണ്ട് എന്ന് ഞാൻ പറയുമ്പോൾ ഏതാണ്ട് 97% ഭാരതീയർക്കും യേശുക്രിസ്തുവിനെക്കുറിച്ച് അറിഞ്ഞുകൂടാ. അവരിലേക്ക് യേശുക്രിസ്തുവിനോട് അവരെക്കുറിച്ച് അല്ലെങ്കിൽ അവർക്ക് യേശുക്രിസ്തു അറിയാൻ തക്കവണ്ണം നമ്മുടെ പ്രവർത്തനങ്ങളും പ്രവൃത്തികളുമായി തീരുമ്പോഴാണ് നമ്മുടെ ക്രിസ്മസ് ആഘോഷങ്ങൾ യാഥാർത്ഥ്യമായി മാറുന്നത്. പലപ്പോഴും ഈ ആഘോഷങ്ങളോടുകൂടി നമ്മുടെ ക്രിസ്മസിൻ്റെ പരിപാടികളോടുകൂടി ഇവിടെയെല്ലാം അവസാനിക്കുകയാണ്. വീണ്ടും അടുത്ത ഡിസംബറിലായിരിക്കും നമ്മൾ ഒരുമിച്ച് കൂടുന്നത്. അതിന് വ്യത്യസ്തമായിക്കൊണ്ട് YMC എന്നുള്ള രീതിയിൽ പലതും പ്രവർത്തിക്കുന്നുണ്ട്. എവിടെ പ്രവർത്തിച്ചിരുന്നാലും ശരി, യേശുക്രിസ്തുവിൻ്റെ സ്നേഹവും യേശുക്രിസ്തുവിൻ്റെ കരുണയും യേശുക്രിസ്തുവിൻ്റെ കരുതലും ലോകത്തിന് വിളംബരം ചെയ്യുമ്പോഴാണ് വാസ്തവമായി നമ്മുടെ ക്രിസ്മസ് ആഘോഷങ്ങൾ അതിൻ്റെ പൂർണ്ണതയിലെത്തുന്നത്. അവിടെ ജാതിയുടെ പ്രശ്നമില്ല, മതത്തിൻ്റെ പ്രശ്നമില്ല. അവിടെ പ്രവൃത്തിയുടെ പ്രസംഗമാണ്, പ്രവൃത്തിയുടേതായിട്ടുള്ള അനുഭവങ്ങളാണ്. പ്രസംഗത്തിന് പ്രസക്തിയില്ല. നമ്മുടെ പ്രവൃത്തിയും പ്രവർത്തനങ്ങളും ബേത്ലഹേമിൽ ഒരു പുൽക്കൂട്ടിൽ ജാതനായി ലോകത്തിന് വേണ്ടി ജീവിച്ച് അവസാനിപ്പിച്ച യേശുക്രിസ്തുവിൻ്റെ അതിമഹത്തായ മാതൃക പകർന്നു കൊടുക്കുവാൻ തക്കതിനുവണ്ണം, അനേകരെ അറിയിക്കുവാൻ തക്കവണ്ണം, ഈ യേശുക്രിസ്തുവിനെ ചൂണ്ടിക്കാണിക്കുവാൻ തക്കവണ്ണം ഇപ്രകാരമുള്ള ക്രിസ്മസ് ആഘോഷങ്ങൾ മുഖാന്തരം ഒരുക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം. അർത്ഥവത്തായ നല്ലൊരു ക്രിസ്മസ് മെസ്സേജ് നൽകിയ മാത്യു സാറിന് YMCയുടെ നന്ദി അറിയിച്ചുകൊള്ളുന്നു. അടുത്തതായി CSI ചർച്ച് വട്ടപ്പാറ അനന്യ ആൻഡ് പാർട്ടി അവതരിപ്പിക്കുന്ന ഒരു ഡാൻസ്. Jogani, jogani, jogani,
ദൂരെ നിന്നും മരുഭൂവിൻ വഴികളിലൂടെ ഒരു കാലിത്തൊഴുത്തു തേടി 3 രാജാക്കന്മാരെത്തി. വാനം തെളിഞ്ഞു നിന്നു, ദിവ്യതാരം തിളങ്ങി നിന്നു. വാനം തെളിഞ്ഞു നിന്നു, ദിവ്യതാരം തിളങ്ങി നിന്നു. മാലാഖമാരവർ വാനവീഥികളിൽ സ്തുതിഗീതങ്ങൾ പാടി. മാലാഖമാരവർ വാനവീഥികളിൽ സ്തുതിഗീതങ്ങൾ പാടി. ദൂരെ നിന്നു, ദൂരെ ദൂരെ നിന്നും മരുഭൂവിൻ വഴികളിലൂടെ ഒരു കാലിത്തൊഴുത്തു തേടി 3 രാജാക്കന്മാരെത്തി. വാനം തെളിഞ്ഞു നിന്നു, ദിവ്യതാരം തിളങ്ങി നിന്നു. വാനം തെളിഞ്ഞു നിന്നു, ദിവ്യതാരം തിളങ്ങി നിന്നു. മാലാഖമാരവർ വാനവീഥികളിൽ സ്തുതിഗീതങ്ങൾ പാടി. മാലാഖമാരവർ വാനവീഥികളിൽ സ്തുതിഗീതങ്ങൾ പാടി. സ്തുതിഗീതങ്ങൾ പാടി. യേശു പിറந்தாரേ എന്നുള്ളത്തിലേ. യേശു പിറந்தாரേ മகிழ்ந்து பாடிடுவோம். യേശു പിറந்தாரേ എന്നുള്ളത്തിലേ. യേശു പിറந்தாரേ மகிழ்ந்து பாடிடுவோம். பாவங்கள் போக்கிட ரட்சகர் பிறந்தாரே. വേറ്റനാട് YMCA സംബന്ധിച്ച് നമ്മുടെ ആഘോഷങ്ങളൊന്നും തീരുന്നില്ല. ഈ ഗ്രാമവികസന കേന്ദ്രത്തിൽ യൂത്ത് സെൻറ്ററിൽ വന്ന് പ്രതിഫലിച്ച ഒന്നും കൂടാതെയാണ് ഈ പ്രിയപ്പെട്ടവർ ഈ പ്രോഗ്രാം അവതരിപ്പിക്കുന്നത്. സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ അങ്ങയുടെ നാമത്തിൻ്റെ കീഴിൽ ഇന്ന് പകൽ ഞങ്ങൾ ഒരുമിച്ച് അങ്ങയുടെ സന്നിധാനത്തിൽ കടന്നു വരുന്നു.